നമസ്കാരം. കേരളത്തിൽ അധികാരത്തിലേറാൻ പോകുന്ന കോൺഗ്രസ് വീണ്ടും പഴയ രോഗത്തിന്റെ പിടിയിലാണ്. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഘോഷം അവസാനിക്കും മുൻപ് മുഖ്യമന്ത്രി കസേരയെ ചുറ്റിപ്പറ്റിയുള്ള അസന്തോഷവും വിഭാഗീയതയും തുറന്ന പോരിലേക്കാണ് നീങ്ങിയത്. എന്നാൽ നീണ്ട 10 ദിവസത്തിനു ശേഷം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പാർട്ടിക്കുള്ളിൽ പുകയുന്ന അതൃപ്തി ഇപ്പോൾ പരസ്യ പ്രതിഷേധമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും മന്ത്രിസഭയിൽ ചേരാൻ താല്പര്യമില്ല എന്ന സൂചന നൽകുകയും ചെയ്തതോടെ കോൺഗ്രസിൽ വീണ്ടും തമ്മിൽ തല്ല് തുടങ്ങിയെന്ന വിമർശനം ശക്തമാവുകയാണ്. വി.ഡി. സതീശൻ സന്ദർശിക്കാൻ എത്തും മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി രമേശ് ചെന്നിത്തല തന്റെ പ്രതിഷേധം വീണ്ടും പരസ്യമാക്കിയിരിക്കുകയാണ്. ഗുരുവായൂരിൽ നിന്നെത്തിയതിന് പിന്നാലെയാണ് ചെന്നിത്തലയെ കാണാൻ സതീശൻ എത്തുമെന്ന തീരുമാനമുണ്ടായത്. എന്നാൽ ബന്ധുവിനെ കാണാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ചെന്നിത്തല വീട്ടിൽ നിന്നിറങ്ങി. ജോസഫ് വാഴക്കനും അൻവർ സാദത്തും ചെന്നിത്തലയെ അനുഗമിച്ചു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ കെ.സി. ക്യാമ്പും കടുത്ത അതൃപ്തിയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കെ.സിക്കെതിരെ ആസൂത്രിത നീക്കം നടന്നത് ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായ വ്യക്തിഹത്യാ ശ്രമം നടന്നു എന്നും ആരോപണം ഉയരുന്നുണ്ട്. സതീശന് അനുകൂലമാണ് തീരുമാനമെങ്കിൽ പ്രഖ്യാപനം നീട്ടേണ്ടതില്ലായിരുന്നു. തീരുമാനം അറിയിച്ചത് അവസാന ദിവസം മാത്രമെന്നും കെ.സി. പക്ഷം ആരോപിക്കുന്നുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തല ഗുരുവായൂരിൽ നിന്ന് ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തി. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചാണ് ഗുരുവായൂരിൽ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ ചെന്നിത്തലയെ എതിരേറ്റത്. മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് എന്നാൽ മറുപടി ഉണ്ടായില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എം.കെ. രാഘവനും സതീശനെ കാണാനെത്തിയിരുന്നു. എം.എൽ.എമാരായ സനീഷ് കുമാർ ജോസഫ്, ടി സിദ്ദിഖ്, റോജി എം ജോൺ, അൻവർ സാദത്ത്, സേനാപതി വേണു തുടങ്ങിയവർ സതീശനെ കാണാനെത്തിയവരിൽ ഉൾപ്പെടുന്നു. രമേശ് ചെന്നിത്തല അനുകൂല നേതാക്കൾ സതീശനുമായി ചർച്ച നടത്തി. ജോസഫ് വാഴക്കൻ, അൻവർ സാദത്ത് എന്നിവരാണ് ചർച്ച നടത്തിയത്. 10 വർഷത്തെ പ്രതിപക്ഷ ജീവിതത്തിനൊടുവിൽ കേരളത്തിൽ വൻ തിരിച്ചുവരവ് നടത്തിയ കോൺഗ്രസിന് ജനങ്ങൾ നൽകിയ ഏറ്റവും വലിയ ഉറപ്പ് ഐക്യവും സ്ഥിരതയുമായിരുന്നു. എന്നാൽ അധികാരം കൈവന്ന നിമിഷം മുതൽ തന്നെ നേതൃപോരാട്ടം തെരുവിലിറക്കുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ പക്വതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കൾ തമ്മിൽ നടന്ന നീണ്ട സമ്മർദ്ദ രാഷ്ട്രീയവും ഡൽഹിയിൽ നടന്ന ചർച്ചകളും ഇതിനോടകം പാർട്ടിയുടെ അകത്തലങ്ങളിലെ ഭിന്നത പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് രമേശ് ചെന്നിത്തലയുടെ അടുത്ത നീക്കമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്ന് വീണ്ടും തഴയപ്പെട്ടതിലെ അതൃപ്തി അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ ശക്തമാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയും നേതൃത്വത്തെ നേരിട്ട് അതൃപ്തി അറിയിക്കുകയും ചെയ്തത് വെറും വികാര പ്രകടനമല്ല, കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ തുറന്ന രാഷ്ട്രീയ ഭീഷണിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ചെന്നിത്തല രാജിവെക്കുമോ അതോ പാർട്ടിക്കുള്ളിൽ പുതിയ ശക്തി കേന്ദ്രം സൃഷ്ടിക്കുമോ എന്ന ചോദ്യവും രാഷ്ട്രീയ കേരളത്തിൽ ഉയരുകയാണ്. അതേസമയം വി.ഡി. സതീശന് ലഭിച്ച പിന്തുണയും ശ്രദ്ധേയമാണ്. യുവജന പിന്തുണ, പൊതുസമിതി, UDF ഘടകകക്ഷികളുടെ പിന്തുണ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത്. എന്നാൽ അതേസമയം SNDP, NSS അടക്കമുള്ള സമുദായ ശക്തികളുടെയും ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും എതിർപ്പും നിലനിന്നിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും ഒരു സത്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ പാർട്ടിയെ പ്രതിപക്ഷം തോൽപ്പിക്കുന്നതിലും കൂടുതൽ തകർക്കുന്നത് പലപ്പോഴും സ്വന്തം ഉള്ളിലെ തന്നെ അധികാര പോരാട്ടങ്ങളാണ്. ജനങ്ങൾ നൽകിയ ഭൂരിപക്ഷത്തെ ഭരണത്തിലേക്കുള്ള അവസരമായി കാണാതെ വ്യക്തിപരമായ സ്ഥാന മത്സരമായി മാറ്റിയാൽ പിണറായി വിജയനെതിരായ ജനവികാരം കൊണ്ടുണ്ടായ ഈ വിജയവും വളരെ വേഗം തിരിച്ചടിയാക്കാൻ സാധ്യതയുണ്ട്. അധികാരത്തിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ അസന്തോഷവും വിഭാഗീയതയും പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം തുടർന്നാൽ കോൺഗ്രസ് സർക്കാരിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി പ്രതിപക്ഷമല്ല, സ്വന്തം പാർട്ടിക്കുള്ളിലെ കലാപമാകും.